ഇപ്പോൾ കുലാലംപൂരിൽ വന്നതിന് ശേഷം നമ്മളുടെ ഫസ്റ്റ് വിസിറ്റ് എന്ന് പറയുന്നത് ബട്ടു കേവ്സിലേക്കായിരുന്നു. ബട്ടു കേവ്സ് ഭയങ്കര ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാം. ബട്ടു കേവ്സിന് ഫസ്റ്റ് തന്നെ വരുമ്പോൾ നമ്മളെ മൈൻഡിലേക്ക് വരുന്നത് ആ വലിയ മുരുകൻ്റെ ഐഡൽ, പിന്നെ ആ കളർഫുൾ ആയിട്ടുള്ള സ്റ്റെപ്സ്, ഇതൊക്കെയാണ്. അപ്പം നമ്മളവിടെ എത്തി. ഫസ്റ്റ് അറിയാലോ, മലേഷ്യയിൽ അധികം ഒരു മെജോറിറ്റി പോപ്പുലേഷൻ തമിഴിയൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു തമിഴ് ആൾക്കാരുടെ ഒരു ഷോപ്പിൽ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഒരു കോഫിയൊക്കെ കുടിച്ചൊന്ന്, കാരണം കുറച്ച് സ്റ്റെപ്സൊക്കെ കയറാനുള്ളതല്ലേ, അപ്പോൾ കുറച്ച് കോഫിയൊക്കെ കുടിച്ചൊന്ന് സെറ്റാവാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ആ ഷോപ്പിൽ കയറി കോഫി ജസ്റ്റ് ലൈറ്റായിട്ട്, ഓൾറെഡി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടായിരുന്നു വന്നിരുന്നത്, എന്നാലും കോഫിയൊക്കെ കുടിച്ചൊന്ന് സെറ്റായി. ബട്ടു കേവ്സിൽ നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ കയറുന്നത് തന്നെ ആ ഒരു മുരുകൻ്റെ ആ ഒരു കേവ്, ആ ഒരു ഗുഹ അങ്ങോട്ടും അല്ല. ആക്ച്വലി നമ്മൾ താഴെ കുറച്ച് ടെമ്പിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു താഴെയുള്ള ടെമ്പിൾസ് കഴിഞ്ഞിട്ട് നമ്മൾ ആണ് അങ്ങോട്ടേക്ക് പോവുക. അതെങ്ങനെ വേണമെങ്കിൽ പോവാം. ഞങ്ങൾ ഇങ്ങനെയാണ് ഒരു ഓർഡർ ആയിട്ട് എടുത്തത്. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ടെമ്പിൾ ഒരു അമ്മൻ ടെമ്പിളായിരുന്നു. അപ്പം നമ്മൾ അവിടെ കയറുന്ന സമയത്ത് തന്നെ വലിയൊരു പരുന്തിൻ്റെ ഒരു വലിയൊരു സ്കൾപ്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. ഒരു തമിഴ്നാട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണോ ടെമ്പിൾസ് ഉണ്ടാവുക, ഭയങ്കര കളർഫുള്ളായിരിക്കും ആ ഒരു പില്ലേഴ്സും. അതേപോലെ അവർ ഓരോരോ കുത്തുമണി ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സ്, അതെല്ലാം അതേപോലെ തന്നെ അതൊന്ന് റെപ്ലിക്കേറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. സോ അതിൻ്റെ കുറച്ച് ഇൻറ്റീരിയർ വ്യൂസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ടെമ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയും എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഇവരുടെ തൂണുകളുടെ കൺസ്ട്രക്ഷൻ ഒരു രക്ഷയില്ല. അത് നമ്മൾ എടുത്ത് പറഞ്ഞേ പറ്റൂ. കാരണം ഭയങ്കര ഡീറ്റെയിലിങ്, ഓരോ തൂണും ഓരോ കളറ്, ഗ്രീൻ, ബ്ലൂ, യെല്ലോ, റെഡ്, അങ്ങനെ എല്ലാ കളറും മിക്സ് ചെയ്ത് ആ നമ്മളൊരു സിംഗിൾ വ്യൂവിൽ അത് കാണുമ്പോഴുള്ള നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി എന്ന് പറയുന്നത് അത് ഒരു രക്ഷയില്ല, സ്പീച്ച്ലെസ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു.
അപ്പോൾ അടുത്തത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വിസിറ്റ് കഴിഞ്ഞ് നമ്മൾ നേരെ കയറാൻ പോകുന്നത് ബാട്ടു കേവ്സിലേക്കാണ്. അപ്പോൾ കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്. ഒരുപാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം നമുക്ക് കയറാൻ സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സിൻ്റെ ആ ഒരു എസ്തെറ്റിക്സ് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ആ ഒരു കളർ പാറ്റേൺ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. യെല്ലോ, വയലറ്റ്, ഗ്രീൻ, റെഡ്, അങ്ങനെ ആ ഒരു പിന്നെ റിപ്പീറ്റേഷനാണ്. ആ ഒരു സ്റ്റെപ്സിൻ്റെ കളർ പാറ്റേൺ അത് തന്നെയാണ് അതിൻ്റെ ഒരു എസ്തെറ്റിക് ബ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഫോറിനേഴ്സ് ഞങ്ങൾ പോയ സമയത്ത് വന്നിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യൻസ്, തമിഴിയൻസ്, മലയാളീസ് എല്ലാവരും ഉണ്ടായിരുന്നു. ബാട്ടു കേവ്സിൻ്റെ ഒരു ഹിസ്റ്ററി പറയാനാണെങ്കിൽ 400 മില്യൺ ഇയർ ഓൾഡ് ഒരു ലൈം സ്റ്റോൺ ഹില്ലാണത്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഹില്ല് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു കളർ ഷെയ്ഡൊക്കെ കാണുമ്പോൾ. 1981 ഒരു തമിഴ് ട്രേഡർ കെ താമ്പുസാമി പിള്ളൈ, അയാൾ ലോർഡ് മുരുകന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു കേവാണ് ബാട്ടു കേവ്സ് എന്ന് പറയുന്നത്. ഞങ്ങൾ പോയ സമയത്ത് ചെറിയൊരു അൺലക്കി ഫാക്ടർ ഉണ്ടായിരുന്നു. കാരണം മുരുകൻ്റെ കൺസ്ട്രക്ഷൻ, ആ ഒരു ഐഡൽ, ആ ഒരു വലിയൊരു ഐഡൽ എന്ന് പറയുന്നത് എന്തോ ഒരു കൺസ്ട്രക്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഐഡലിന്. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രണ്ട് വ്യൂ അങ്ങനെ കാണാൻ പറ്റിയില്ല. ആ ഒരു വലിയൊരു ഗോൾഡൻ കളർ മുരുകൻ ഫുള്ളി ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റിയില്ല. എന്തോ ഒരു കൺസ്ട്രക്ഷൻ കൊണ്ട് അത് ഫുള്ളി കവേർഡായിരുന്നു. അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ബാക്ക് സൈഡിൽ നിന്ന് കുറച്ച് വ്യൂ ഒക്കെ കണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ഈ കണ്ട പടി 1920 വുഡൻ സ്റ്റെപ്സ് ആയിരുന്നു. പിന്നെയാണ് 272 കോൺക്രീറ്റ് സ്റ്റെപ്സ്, ഇപ്പം കാണുന്ന അത്രയും കോൺക്രീറ്റ് സ്റ്റെപ്സ് ആക്കി പിന്നെ അത് മാറ്റിയത്. അപ്പോൾ കേവിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ ആ ഒരു നനവ് എന്ന് പറയുന്നത് അവിടെ മഴ പെയ്യുന്നത് കൊണ്ടല്ല, ജസ്റ്റ് അവർ ആർട്ടിഫിഷ്യലി ആ ഒരു വെള്ളം വരുന്ന ഒരു ആർട്ടിഫിഷ്യലി അവർ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ എപ്പോഴും ഫ്ലോർ ഇങ്ങനെ നനഞ്ഞു കിടക്കും, അത് അവർ ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ആ ഒരു കേവിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോഴുള്ള ഫസ്റ്റ് എൻട്രൻസ് എന്ന് പറയുന്നത്. സൈഡിൽ തന്നെ ഒരു ചെറിയൊരു അമ്പലമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ദൂരെ കാണാൻ പറ്റും കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് മേലെ കയറി ചെന്നാൽ അവിടെയും ചെറിയൊരു അമ്പലം സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഗുഹ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം കൂടിയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളത് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ ബാട്ടു കേവ്സിന് പിന്നെ ഇറങ്ങുക, അത്രയേ ഉള്ളൂ. ഞങ്ങൾ പോയ സമയത്ത് വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിലിം ആക്ടർ അജിത്ത്, അപ്പം അജിത്തിന് ആ വീക്കിൽ ഫ്രൈഡേ അവിടെ കാർ റേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയ അതേ ടൈം തന്നെ അജിത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അജിത്തിനെയും ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റി അടുത്ത് നിന്നിട്ട് തന്നെ ഞങ്ങൾ ഇറങ്ങുന്ന ആ ഒരു സമയത്ത്. അപ്പോൾ ബാട്ടു കേവ്സ് എന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ താഴെ ഒരു ഒരു ചെറിയൊരു അവിടെ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു ആ ഒരു കോമ്പൗണ്ട് ഉള്ളിൽ തന്നെ. അപ്പോൾ ഈ ഒരു വിഗ്രഹം ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ഈ ഒരു ഫുള്ളി ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ഓർണമെൻറ്റ്സ് ആയിട്ട് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ അമ്മൻ്റെ ഒരു ഭംഗിയുള്ളൊരു സ്കൾപ്ചറായിരുന്നു. എവിടെ പോയി കഴിഞ്ഞാലും നിലുവിൻ്റെ പ്രധാന പണി എന്ന് പറയുന്നത് ഫ്ലോറിൽ ഫുള്ള് നിരങ്ങുക, നടക്കുക. ഇത് തന്നെയാണ് അവളുടെ ഫുൾ
ഫുൾ ഓൺ അവൾ ഈ ഒരു കാര്യത്തിലാണ് ഫുള്ളി കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെയും നല്ല ഭംഗിയുള്ളൊരു തൂണുകളും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഫുൾ ടൈലൊക്കെ ചെയ്തൊരു ചെറിയൊരു ക്ഷേത്രം, നല്ല ഭംഗിയുണ്ടായിരുന്നു. ബട്ടു കേവ്സിൻ്റെ പുറത്ത് ഒരു വലിയൊരു ആൽഫബറ്റ്സിൽ ബട്ടു കേവ്സിന് ഡിഫറെൻറ്റ് കളേഴ്സിൽ എഴുതിയിരിക്കുന്ന കാണാം. ഒരുപാട് പ്രാവുകൾ, ഒരുപാട് ആൾക്കാർ അവിടെ ഫീഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഫുൾ വ്യൂ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ആൾക്കാർ പ്രാവുകൾക്ക് ഫീഡ് ചെയ്യുന്നതും ആ ഒരു ഫുൾ വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണത് കാണാൻ നേരിട്ട്. ഞാൻ പറഞ്ഞല്ലോ മുരുകൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നത് കണ്ടില്ലേ, ഇങ്ങനെ അവർ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ബട്ടു കേവ്സിലെ വിശേഷങ്ങൾ. അപ്പോൾ വർത്താണ് ബട്ടു കേവ്സ് വിസിറ്റ് എന്ന് പറയുന്നത്, പ്യോർലി വർത്താണ്. കോലാലംപൂർ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ഇവിടെ വരണം, ബട്ടു കേവ്സ് വിസിറ്റ് ചെയ്യണം. ഒരു നല്ലൊരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ്, നെക്സ്റ്റ് ട്രാവൽ ഡെസ്റ്റിനേഷൻ എല്ലാം ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴത്തെയും പോലെ സപ്പോർട്ട് ചെയ്യാം. ടാറ്റാ.